ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +1 ഹിസ്റ്ററിയിലെ റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഓക്കെ, ഇതെന്ന് പറയുമ്പോൾ മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒന്നാമതായിട്ട് അവിടെ ഒരു ബുള്ളറ്റ് പോയിന്റ് കാണാൻ പറ്റും, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് മെസപ്പൊട്ടേമിയ എന്ന് പറയുന്ന വേർഡ് വന്നത് ഗ്രീക്ക് വേർഡ്സ് ആയിട്ടുള്ള മെസോസിൽ നിന്നും പൊട്ടാമസിൽ നിന്നുമാണ്. മെസോസ് എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം മിഡിൽ, മധ്യഭാഗത്തെന്നും. പൊട്ടാമസ് എന്ന് വെച്ചാൽ എന്താണ്, റിവർ, നദി എന്നാണ് അവിടെ അർത്ഥം വരിക. ഓക്കെ, ദെൻ മെസപ്പൊട്ടേമിയയിലാണ് എന്ത് തുടങ്ങിയത്? സിറ്റി ലൈഫ് ആരംഭിച്ചത്. നഗരജീവിതം ആരംഭിച്ചത് എവിടെയാണ്? മെസപ്പൊട്ടേമിയയിലാണ്. മെസപ്പൊട്ടേമിയ സ്ഥിതി ചെയ്യുന്ന ഏത് നദികൾക്കിടയിലാണ്? യൂഫ്രട്ടീസും ടൈഗ്രീസ് എന്നീ രണ്ട് നദികൾക്കിടയിലാണ് മെസപ്പൊട്ടേമിയ സിവിലൈസേഷൻ എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. ഇതിനൊരു ഇമ്പോർട്ടൻറ്റ് വൺ വേർഡാണ്. ദ ഫസ്റ്റ് നോൺ ലാംഗ്വേജ് ഓഫ് ദ ലാൻഡ് വാസ് സുമേറിയൻ. എവിടുത്തെ ആദ്യ ഭാഷ ഏതായിരുന്നു? സുമേറിയൻ ഭാഷയായിരുന്നു ആദ്യത്തെ ഭാഷ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ 4 മാർക്കിന് സ്ഥിരം ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് മെസപ്പൊട്ടേമിയയും അതിൻ്റെ ജോഗ്രഫിയും എഴുതാനായിട്ട്. ഇവിടെ എളുപ്പമാണ് കേട്ടോ. മെസപ്പൊട്ടേമിയ എന്ന് പറയുന്നത് ഡൈവേഴ്സ് എൻവയോൺമെൻ്റ് ഉള്ളതാണ്. ഓക്കെ, അതായത് ഒത്തിരി എന്താണ് പലതരത്തിലുള്ള പാരിസ്ഥിതിക സവിശേഷതയുള്ള ഒരു ലാൻഡാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ നോർത്ത് ഈസ്റ്റ് റീജിയൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താണെന്നറിയോ, മരങ്ങളും പർവ്വതനിരകളും പിന്നെന്താണ് അരുവികളും പൂക്കളും ഒക്കെ നിറഞ്ഞ ഒരു മനോഹരമായ റീജിയൻ. അവിടെ റെയിൻഫോൾ, മഴ നല്ല രീതിയിൽ കിട്ടും. അതുകൊണ്ട് തന്നെ എന്താണ്, കൃഷിക്ക് അത് വളരെയധികം ഉപയോഗപ്രദമാണ്. ഓക്കെ, ദെൻ നോർത്ത് റീജിയൻ എടുക്കുമ്പോൾ എന്താ പ്രത്യേകത? അവിടെ എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ, ഈ മലനിരകളൊക്കെ കാരണം അവിടെ കേറ്റൽ റിയറിംഗ് ആണ്. എന്ന് പറയുമ്പോൾ എന്താണ്, കന്നുകാലി വളർത്തൽ, അതാണ് അവിടുത്തെ ആൾക്കാരുടെ ഉപജീവന മാർഗം. ഇനി നോക്കൂ, ഈസ്റ്റിലെ ഭാഗം എടുക്കുമ്പോൾ നമ്മുടെ ടൈഗ്രീസും അതുപോലെ തന്നെ അതിൻ്റെ പോഷക നദികളും ഒഴുകുന്നത് ഈ ഒരു ഈസ്റ്റ് ഭാഗത്തൂടെയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ വളരെയധികം ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ട്രാൻസ്പോർട്ടേഷനില്ല, ഗതാഗതത്തിന് അതുപോലെ തന്നെ ആശയവിനിമയത്തിനൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ദെൻ സദേൺ റീജിയൻ എടുക്കുമ്പോൾ അത് ഡിസേർട്ടാണ്, മരുഭൂമിയാണ്. എങ്കിലും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ യൂഫ്രട്ടീസിൻ്റെയും ടൈഗ്രീസും നദി ഇങ്ങനെ ഒഴുകുമ്പോൾ എന്താണ്, അത് കൊണ്ടുവരുന്ന അലൂവിൽ സോയിലുള്ള മണ്ണൊക്കെ എന്താണ്, ഈ മരുഭൂമിയിൽ അടിഞ്ഞുകൂടും. അങ്ങനെ അടിഞ്ഞുകൂടി ഏറ്റവും ഫെർട്ടൈലായിട്ടുള്ള ഒരു റീജിയനായിട്ട് സദേൺ പോർഷനിലെ ഈ ഒരു ഡിസേർട്ട് റീജിയൻ മാറിയിട്ടുണ്ട്. അപ്പം മെസപ്പൊട്ടേമിയയിലെ ഏറ്റവും ഒരു ഫലഭൂഷ്ടമായിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് അവിടുത്തെ മരുഭൂമിയാണ്. ഓക്കെ, അതൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ?